സുനാമി പദ്ധതി പ്രകാരം നിർമ്മിച്ച വാസയോഗ്യമല്ലാത്ത വീടുകൾ വി. മുരളീധരൻ സന്ദർശിച്ചു. അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്തിൽ പുത്തൻനട 6-ാം വാർഡിലാണ് സുനാമി പദ്ധതി പ്രകാരം നിർമ്മിച്ച വാസയോഗ്യമല്ലാത്ത വീടുകൾ മുൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി. മുരളീധരൻ സന്ദർശിച്ചത്. അഞ്ചുതെങ്ങിൽ സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയ വീടുകൾ അപകടാവസ്ഥയിലായതും താമസക്കാരുടെ ജീവന് ഭീഷണിയാകുന്നതും ചൂണ്ടിക്കാട്ടി ബി.ജെ.പി. അഞ്ചുതെങ്ങ് പഞ്ചായത്ത് കമ്മിറ്റിയാണ് സന്ദർശന പരിപാടിക്ക് നേതൃത്വം നൽകിയത്. വീടുകളുടെ തകർച്ചയിൽ വില്ലേജ്, ഗ്രാമപഞ്ചായത്ത്, ഫിഷറീസ് ഓഫീസുകളെ ദുരിതബാധിതർ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഈ കുടുംബങ്ങൾക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങളും ലഭ്യമായിട്ടില്ല. വീടുകളുടെ കാലപ്പഴക്കത്താലുള്ള തകർച്ചയ്ക്ക് പ്രകൃതിക്ഷോഭം, ദുരിതാശ്വാസ സഹായങ്ങൾ എന്നിവ ലഭ്യമാകില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒട്ടേറെ പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ശേഷം വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി ഈ 14 വർഷക്കാലയളവിനുള്ളിൽ ഒരു തവണ മാത്രമാണ് വീടുകളുടെ മെയിന്റനൻസ് വകയിൽ തുക ലഭ്യമായിട്ടുള്ളത്. ഇതൊഴിച്ചാൽ നാളിതുവരെയും അറ്റകുറ്റപ്പണിക്കായി മറ്റ് സഹായങ്ങൾ ലഭ്യമായിട്ടില്ലെന്നും താമസക്കാർ പറയുന്നു. നിലവിൽ തീരദേശ പരിധിക്ക് പുറത്താണ് താമസം എന്നതിനാൽ ഇവിടത്തുകാർക്ക് പുനർഗേഹം പദ്ധതിയിലും ഉൾപ്പെടാൻ കഴിയാത്ത അവസ്ഥയാണ്. നിലവിൽ ഇവിടുത്തെ വീടുകൾ വാസയോഗ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നുണ്ടെങ്കിലും ഇന്നുവരെ യാതൊരു നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഓരോ തവണ അപകടങ്ങൾ സംഭവിക്കുമ്പോഴും തങ്ങൾ അധികൃതരെ സമീപിക്കാറുണ്ടെന്നും എന്നാൽ വാസയോഗ്യമല്ലാത്ത വീടുകളിൽ നിന്ന് മാറി താമസിക്കാനുള്ള നിർദ്ദേശം മാത്രമാണ് ഉദ്യോഗസ്ഥർ നൽകുന്നതെന്നും കോളനി നിവാസികളായ 100ഓളം കുടുംബങ്ങളിൽ നിന്ന് ഒപ്പ് ശേഖരിച്ചുകൊണ്ട് തയ്യാറാക്കിയ നിവേദനം സന്ദർശന വേളയിൽ കോളനിയിലെ താമസക്കാരിയായ ട്രീസ ആൻഡ് മുരളീധരൻ കൈമാറി. ജോലി ചെയ്ത കാര്യമില്ല. 2 പെൺമക്കളുള്ള 2 ഭാഗത്താണ്. മോനുള്ള ഭാഗത്താണ്. ഒരു ഭർത്താവുണ്ട്, ജോലിക്ക് പോകില്ല. 7 വർഷമായി വീട്ടിൽ തന്നെ. ഞാൻ കുട്ടയെടുത്ത് ചുമന്നാണ് ഞാൻ കൊണ്ടു കൊടുക്കുന്നത്. എനിക്കിപ്പോൾ രാത്രികളിൽ കിടക്കാൻ അത്രയ്ക്ക് ഭയം സത്യമാണ്. ഏത് നിമിഷവും വന്ന് തകർന്ന് വീഴും. ഇതൊക്കെ ചെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും വന്ന് പറയുന്നതല്ല ഇതാണ്. ആര് വന്നിരുന്നത് നിങ്ങൾ എന്തിനും ഇവിടെ കിടക്കണം, നിങ്ങൾ ഇവിടുന്ന് വീട് മാറിയേര്. ഞങ്ങൾ അപ്പം അവസാന ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു ശരി ഞങ്ങൾ മാറി താമസിക്കാം. പഞ്ചായത്ത് ഒഴിഞ്ഞു കിടക്കയില്ലേ, ആ പഞ്ചായത്ത് ഞങ്ങൾക്ക് തന്നേരും, ഞങ്ങൾക്ക് അവിടെ പോയി. അതെന്തോ സംസാരമാണ്. നമ്മളിവിടുത്തെ മുമ്പർ പറഞ്ഞാണ്. കഴിഞ്ഞ ആഴ്ച ഇപ്പം 3-4 ദിവസമായുള്ളൂ ഇവിടെ ലിജ ബോസ് വന്നായിരുന്നു. അവർക്കടുത്ത് എല്ലാവർക്കും അവസരത്തെ അവർ പറഞ്ഞാൽ 4 ലക്ഷം രൂപയുണ്ട്. എന്തിനു വേണ്ടി? നിങ്ങളുടെ വീട് മെയിൻ്റനൻസ്. ഞങ്ങൾക്ക് 2007 ഇത് സംഭവിച്ചതാണ്. 2007 സംഭവിച്ചെങ്കിലും 3-4 കൊല്ലം പേര് ഞങ്ങൾ പൊരിഞ്ഞ വെയിലത്ത് മരുഭൂമിയിൽ കിടന്ന കണക്കൊക്കെ ഞങ്ങൾ കിടന്നു. അവസാനം ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ ഷെഡ് അടിച്ച് തന്നായിരുന്നു. അവിടെ ഞങ്ങൾ കിടന്നു. 2011 നമുക്ക് ഈ വീട് തന്നു. ഈ വീട്ടിന് ഞങ്ങൾക്കൊരു വീടൊന്നിന് ഞങ്ങൾക്ക് അവർ തന്ന കളക്ഷൻ എന്ന് വെച്ചാൽ 2,82,000 രൂപ. ഇത് വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യും? ഈ കൊടുത്ത കോൺട്രാക്ടർമാരാണെന്ന് വെച്ചാൽ സിമെൻറ്റ് ചേർക്കാതെയൊക്കെ മണൽ വെച്ച് അവർ കാട്ടി ഏതൊരു ഭവനം വെച്ചിരുന്നാലും ഞങ്ങൾക്ക് അതിൽ 5 വർഷം പോലും ഞങ്ങൾ അതിൽ തികച്ച് താമസിച്ചിട്ടില്ല. ഞങ്ങളുടെ വീട് പണയപ്പെടുത്തിയാണ്. ഈ ഒരു വീട്ടിനകത്ത് ഞങ്ങൾ 3 മക്കൾ, 3 മരുമക്കളും 6 ചെറുമക്കൾ, 2 അച്ഛനും. ഇത്രയും പേര് അടങ്ങിക്കിടക്കുന്നതാണ് ഈ ഒരു ഭവനം. ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് 2 റൂമും, ഒരു വരാന്ത, ഒരു അടുക്കള. ബാത്റൂമാണെന്ന് വെച്ചാൽ നമുക്ക് നിന്ന് തിരിയാൻ പറ്റത്തില്ല. വരുന്ന ഇതിനൊന്നും ഒരു ഒഴിവില്ല. ഇതെന്ന് വെച്ചാൽ മണ്ണ് പോലും നിരത്താതെയാണ് അതിനകത്ത് ഇത് കെട്ടി. ഇന്ന് ഒന്ന് ആഞ്ഞു വെട്ടിയ ഇവിടെ അത്രയും വെള്ളമാണ് 4 ദിനം. അതുകൊണ്ട് ദയവ് ചെയ്ത് സാറേ ഞങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് മെയിൻ്റനൻസിനായിട്ട് ഒന്നും വേണ്ട. ഇതൊന്ന് ഇടിച്ച് പൊളിച്ച് നിങ്ങൾക്കൊരു ഭവനം കെട്ടിത്തരണമെന്ന് എത്രയും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കും. പണ്ട് തീ പിടിച്ചപ്പോൾ 2 വർഷം അവിടെയായിരുന്നു. നമ്മുടെ അഞ്ചുതെങ്ങ് ഗ്രൗണ്ടിലായിരുന്നു 2 വർഷം. അപ്പം ഈ വീട് കൊടുത്തിട്ട് 13 വർഷമായി. സർവ്വ വീടും ഇവിടെ വീട് വെച്ച് കയറിയിട്ട് 13 വർഷമായി. എല്ലാ ചുവടും സൈക്കിളിൽ ലോഡ് കെട്ടുമൊക്കെ ആയിരുന്നു. ആകെയുള്ള വരുമാനത്തിൽ പെൻഷൻ മാത്രമേ ഉള്ളൂ. കിട്ടിയില്ലെങ്കിൽ അവർ 10 ലക്ഷം കൊടുക്കുന്നു. ഈ 10 ലക്ഷം രൂപ കൊടുക്കുന്നതിൽ ഈ പാവങ്ങൾക്ക് അതിൽ അവർ 5 ലക്ഷം രൂപ കൊടുക്കുന്നതിൽ 2 ലക്ഷം രൂപ കൊടുക്കാതെ ഇത് ഒന്നിൽ അർഹതപ്പെടാത്തവർക്ക് ഒരു കുടുംബം ഒന്നിന് 2 പെൺമക്കളുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞ് 2 വർഷം എത്തും മുമ്പ് അവർക്ക് 2 പേർക്കും 10 ലക്ഷം രൂപ വീതമുള്ള
ലക്ഷം വീട് പദ്ധതി കിട്ടി കഴിഞ്ഞു. അവിടെ താമസിക്കുന്ന ആളുടെ പേര് ആളുകളും ആ എണ്ണമാണ് ആ കൊടുത്തിട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഇനി ഇവർ പരാതിയായിട്ട് ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഇത്രയും പെട്ടെന്ന് ഇതാണ് പറയുന്നത്. ഇതിലൊക്കെ തന്നെ എൻ്റെ വീട് 4 മാസം കഴിഞ്ഞു. 4 മാസം കഴിഞ്ഞ് ഒരു ഭർത്താവ് വയ്യാത്ത കാലം 7 വർഷം ജോലിക്ക് പോയി. അവർ കിടക്കുന്ന അതേ വരാനുള്ള നിർത്തിയില്ല. വേണ്ടത് വീടും ഞാനും കറണ്ടൊക്കെ പോയി വേറെയൊക്കെ പൊട്ടിപ്പോയി. ഞങ്ങൾ കിടക്കുന്നുണ്ടായില്ല. ഇപ്പൊ 4 മക്കളുണ്ട്, കൊച്ചു പിള്ളേർ, പൊടി പിള്ളേർ. 4 മക്കളെയും കൊണ്ട് ഞങ്ങൾ കിടക്കുന്ന വീട്ടിലാണ്. കടപ്പുറത്ത് പേടി വിചാരിച്ചിട്ട് കിടക്കാൻ പറ്റില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കുളമാണ് സാറ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരുപ്പിട്ടാണ് ഇങ്ങനെ ഇറങ്ങുന്നത്. ഇവിടെ ഇങ്ങനെ ഒലിച്ച് ഇങ്ങനെ ഇറങ്ങി ഇവിടെ മൊത്തം ഇവിടെ എല്ലാം നമ്മളെ തുള്ളി വെള്ളം വീണാൽ മതി. എല്ലാം മഴ ചോർന്ന് ഇവിടെ മൊത്തത്തിൽ നമ്മൾ പേടിച്ചുള്ള കിടക്കുന്നില്ല. പേടിയാവാൻ നമുക്ക് വേറെ ഒരിടം പോകാനും ഒരു നിവൃത്തിയില്ല. ഒരു കാലൊടിഞ്ഞ എൻ്റെ ഭർത്താവ് കാലൊടിഞ്ഞത് ഇറങ്ങുന്നു. അപ്പോൾ നമുക്ക് ഈ 3 മക്കളുണ്ട്. പൊടി പാലകന്മാരെ കൊണ്ട് നമ്മൾ ഇവിടെ കൊണ്ട് പേടിച്ച് അവരെവിടെ ഇരുത്ത പോലും ഇല്ല. ഞാൻ അവർക്കൊക്കെ കൂട്ടുകാർക്ക് വീട്ടിലെല്ലാം പുള്ളിക്കാരൻ ഞാൻ ആശുപത്രി കൊണ്ടുവന്ന് കയറി കിടക്കാന്ന് പറഞ്ഞ് പോയപ്പോഴാണ് ഇങ്ങനെ പൊടിയണ പോലെ സൗണ്ട് കേട്ടാൽ പെട്ടെന്ന് കണ്ടിട്ട് വെളിയിൽ വിട്ടാലും നോക്കുമ്പോൾ അങ്ങനെ തന്നെ വന്നിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും ചേർന്നു.